12:30 കടുവ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അകത്ത് കയറി വാതിലടച്ചപ്പോൾ കൂന്നൊരൊച്ച കേട്ട്. എന്നാൽ നോക്കുമ്പം കടുവ വന്ന് ആടിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം. ആ പുറകെ ചേട്ടനും കരഞ്ഞുകൊണ്ട് പോകും എൻ്റെ ആടേന്നും പറഞ്ഞ്. ആ കണ്ടു. എന്നിട്ട് ഞാൻ ചേട്ടനെ പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങ് പോന്ന് കടുവ കൊണ്ടുപോകുമ്പോൾ. എന്നിട്ട് പിന്നെ അടുത്തുള്ളവരോടൊക്കെ വിളിച്ച് രൂപിനെയൊക്കെ വിളിച്ച് രൂപ് ഓടി എന്നോട് പറഞ്ഞു. അവരും ഒച്ച കേട്ട് പുറത്തിറങ്ങരുത്. പിന്നെ എല്ലാ അയൽവക്കംകാരെയും വിളിച്ച് പോസ്റ്റ്മാരുടെ നമ്പർ തന്ന് അവരെ വിളിച്ച് അവരന്നേരം തന്നെ ഇവിടെ എത്തി. അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ്. പിന്നെ അവരും ഇവിടെ വന്ന് നേരെ ഇരുന്ന്. പിന്നെ എല്ലാവരും ഈ വണ്ടിയെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരാദ്യം പോയി ചെന്ന് നോക്കുമ്പോൾ ആടിനെ കണ്ടു കിടക്കണേ കൊന്ന്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനെ വലിച്ചാട്ടി താഴെ വൈലി കൊണ്ടുപോയിട്ടു. പിന്നെ അവർ വേഗം കൂടൊക്കെ കൊണ്ടുവന്ന് അവരവിടെ സ്ഥാപിച്ചു. അവരും അവിടെയായി. ഞങ്ങൾ രണ്ടാളും കണ്ടു. ഞങ്ങൾ ഇവിടുന്ന് ഈ ശബ്ദം കേട്ടോട് പോയി ഞങ്ങൾ കഥ പറഞ്ഞ് ചാടി പുറത്തിറങ്ങി ഇവിടെ എത്തി ആൾ പുറത്ത് കിടക്കുന്നുണ്ട് കടുവേൻ്റെ. അതിനങ്ങോട്ട് ചാടി പോയാണ്. വലുതാ, ഒരു അത്ര പൊക്കമുണ്ട്, ഒരു ഇത്ര നീളമുണ്ട് കടുവ.